ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? മീൻകറി. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മീൻകറിയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കുന്നതിലോട്ട് അടുത്ത എന്താണ്? മഞ്ഞൾപ്പൊടി. അടുത്ത മഞ്ഞൾപ്പൊടിയാണ് ഗൈസ്. എത്ര ഇടണ്ട? അടുത്ത മുളക് പൊടിയാണ് ഗൈസ്. മുളക് പൊടി, നല്ല ചുമന്ന മുളക് പൊടി. നെക്സ്റ്റ് എന്താണത്? മല്ലിപ്പൊടിയാണ് ഗൈസ്, മല്ലിപ്പൊടി. അടുത്തതായി ഇതരയ്ക്കാനാണ് പോകുന്നത്. കഴിഞ്ഞ് ഗൈസ്. അപ്പം ഇവിടെ മീൻ ഒക്കെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഉള്ളി, പച്ചമുളക്, ഉലുവ, കറിവേപ്പില, അടക്കം, പുളി. ഇപ്പം ഇത്രയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ചട്ടി കത്തിച്ചിട്ട് എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒഴിച്ച് ഗൈസ്. ഇനി അതിലേക്ക് നമ്മൾ എന്താണ് ഇടാൻ പോകുന്നത്? എന്താണ് അതിനകത്തോട്ട് ഇടാൻ പോകുന്നത്? വേണ്ട ഗൈസ്. നമുക്ക് എണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ചൂടായ എണ്ണയിലോട്ട് ഉലുവയാണ് ഗൈസ് ഫസ്റ്റ് ഇടുന്ന. ഉലുവ മുഴുവൻ ഇട്ട് കഴിഞ്ഞ് ഇനി അത് ഇളക്കണം ഗൈസ്. ഉലുവ ചുമന്ന കളറാകുമ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത എന്താന്ന് കണ്ടാൽ എന്താണ് അടുത്ത് ഇടണ്ട? നോക്ക്. ഉള്ളിയും പച്ചമുളകും ഒരുമിച്ചിടുകയാണ്. അത് ഇനി ഇച്ചിരി കഴിഞ്ഞ് ആവുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ഇടും? പറ. കരിവേപ്പില ഇടാൻ പോവുകയാണ്. അതായിട്ട് എന്ന് പറയണ്ട.
എന്താണ് ഇടാൻ പോകുന്നത്? അരപ്പൊഴിക്കുകയാണ്. അത് നമ്മൾ അരച്ച അരപ്പാണ് ഗൈസ് ഇപ്പോൾ ഒഴിച്ചത്. അതൊഴിച്ച് കഴിഞ്ഞില്ലേ? ഈ പുളി നമ്മൾ എപ്പോഴാണ് ഇടുന്നത്? ഉപ്പും പുളിയും കൂടെ ഇടുന്നു. കേട്ടില്ലേ? ഉപ്പും പുളിയും കൂടെ ഒരുമിച്ചാണ് കേൾക്കുന്നത്. ഞങ്ങളുടെ പുളി എടുത്തു, ഇട്ടു. ആവശ്യത്തിന് ഉപ്പെടുത്തു, ഉപ്പും ഇട്ടു. വീണ്ടും എടുത്തു, വീണ്ടും ഇട്ടു. പാത്രം അടച്ചു, തവിയെടുത്തു, ഇളക്കുന്നു. അത് മാറ്റി വെച്ചു ഗൈസ്. ഇത് തിളയ്ക്കുമ്പോൾ നമ്മൾ മീനിടും ഗൈസ്. മീനിട്ട് കൊടുക്കുകയാണ്. മീനിട്ട് ഗൈസ്. 1 ഇട്ടു, 2 ഇട്ടു, 3 ഇട്ട്, ലാസ്റ്റ് 1. അതാ മൊത്തം ഇട്ട് ഗൈസ്. അടിയിൽ പോയി. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത് അടച്ചു വെച്ചിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതെടുക്കുകയാണ്. നമ്മൾ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ പറഞ്ഞത് ചെയ്യാൻ പോവുകയാണ്. പാല് നമ്മൾ അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് മുളകും താളിച്ച് പച്ചമുളക് 2 കൂടെ ഇട്ട് ഗൈസ്. ഇനി അത് ഒഴിക്കുന്നത് പിടിച്ചാൽ മതി. ഗൈസ് അതാ ഒഴിക്കാൻ പോകുന്നു. അതാ ഒഴിച്ച് ഗൈസ്. മീൻകറി റെഡിയായോ? അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എന്നുണ്ടാക്കിയ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.